എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും അധികം തല്ലിപ്പൊളി സ്വഭാവം കാണിക്കുന്നത്, മദ്യപിച്ച് ആകെപ്പാടെ അഴിഞ്ഞാടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്തായിരിക്കും? മുസ്ലിം ആൺകുട്ടികളാണ് ഏറ്റവും അധികം വെള്ളമടിച്ചിട്ട് അഴിഞ്ഞാടി പ്രശ്നങ്ങളുണ്ടാക്കി, തല്ല് പിടിച്ച് അടിയുണ്ടാക്കി, കുത്തുണ്ടാക്കി പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. സത്യമായിട്ടുള്ളൊരു കാര്യമാണിത്. ഇത് പറയുന്നത് ഞാനൊന്നും അല്ല കേട്ടോ. ഇത് പറയുന്നത് നമ്മുടെ വൈറലായിട്ടുള്ള നമ്മുടെ സുന്ദരി പെൺകുട്ടി ഉണ്ടല്ലോ, പുള്ളിക്കാരത്തിയാണ് ഇത് പറയുന്നത്. നമ്മുടെ ഷാജിദയാണ് ഇതൊക്കെ പറയുന്നത്, ഞാനല്ല. എന്തായാലും അത് നിങ്ങളൊന്ന് നേരിട്ട് കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പറയും ഞാൻ വെറുതെ പറയുന്നതാണെന്ന്. എനിക്കറിയത്തില്ല, പക്ഷേ ആ കുട്ടി പറയുന്നത് അങ്ങനെയാണ്. മുസ്ലിങ്ങളാണ് ഏറ്റവും അധികം വെള്ളം അടിച്ച് അലിമ്പുണ്ടാക്കുന്നതെന്നാണ്. എന്തായാലും നിങ്ങളൊന്ന് കേൾക്ക്. ആ തോട്ട് വരില്ല. ഞാൻ പറയട്ടെ, ഗൾഫിലൊക്കെ നിന്ന് ഇത്രയും എന്താ പറയാ മാനം കപ്പല് കയറി തന്നെ നിങ്ങൾ ഈ പറയണ്ടല്ലോ നിസ്കാരം കാണിക്കുക അതാക്കാം. നമ്മുടെ മുസ്ലിം അതുപോലെ തന്നെ വേറെ ലഹരി വസ്തുക്കളിൽ മുൻപന്തി നിൽക്കുന്ന നമ്മുടെ മുസ്ലിം ആൺപിള്ളേരാണ്. മുസ്ലിം ആൺപിള്ളേരെ മുസ്ലിങ്ങളുടെ വില കളയാനായിട്ട് നിങ്ങൾ വലിയ ദീനി ബോധമുള്ള ആൾക്കാരാണല്ലോ, വലിയ ദീനിന്റെ പേരിൽ സംസാരിക്കുന്ന ആൾക്കാരാണല്ലോ. ഇങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടു. ഇന്നലെ ഒരുത്തന്നെ നമ്മുടെ മുസ്ലിമാണ്, നമ്മുടെ മതത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ ഞാൻ പറയുന്നില്ല ജാതി മതം നമുക്ക് പറയുന്ന ആവശ്യമില്ല. എല്ലാ മന്മാരാണ്, എല്ലാവരും കൈ മുറിച്ചാലും ബ്ലഡ് വരും. റെഡ് കളറിൽ ബ്ലഡ് വരുള്ളൂ, ആർക്കും റോസ് കളറിലോ പച്ച കളറിലോ ബ്ലഡ് വരില്ല. ഏത് മനുഷ്യന്റെ കൈ മുറിച്ചാലും ചോര ചുവപ്പാണ്. അപ്പൊ അത് മുസ്ലിം ആണോ ഹിന്ദു ആണോ വിവരത്തിൽ ആരാണോ നിൽക്കുന്നത് എവിടെ നിൽക്കണമെന്നല്ല, അവനെ കുത്തിക്കൊല്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കുത്തിക്കൊല്ല. അല്ല ഇന്നത്തെ കാലത്ത് എന്റെ അമ്മ എന്നെ വെട്ടിക്കൊല്ലാൻ കാര്യം വീടുന്നില്ല. കൂട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ നടന്നാൽ കുത്തിക്കൊല്ലണം വൈരാഗ്യത്തിന്റെ പുറത്ത്. അപ്പൊ സാർമാരും അവരുടെ സിസ്റ്റർ അതിന് മേലെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വന്നിട്ട് സ്ഥിരം നിൽക്കുകയും ചെയ്തു. ഞാൻ അത്ര നേരം ഞാനും എന്റെ മക്കളും ഫുഡ് സംസാരിക്കാറില്ല. അപ്പൊ 9-ാം തീയതി വന്നിട്ട് 9:10 മണിക്ക് വന്നിട്ട് ഞങ്ങൾ പോയിട്ടാ വണ്ടി കയറി ഞങ്ങൾ പോയി. പക്ഷെ ഇന്ന് നിന്ന് മടുക്കാന്നല്ലാണ്ട് ഒരു ബസ് ഞങ്ങൾക്ക് കിട്ടില്ല. ഞങ്ങൾ അത്ര നേരം ലൈവ് ഇട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ നിന്ന് ഇറങ്ങി സാർമാർ വീണ്ടും മാഡംമാരും സാർമാരൊക്കെ വന്നിട്ട് സാർ പറഞ്ഞു നാളെ രാവിലെ വാ കുട്ടി. എന്തായാലും അവർ ഇന്നലെ രാത്രി തൊട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് സാർമാർ. അപ്പോൾ അത് നിങ്ങൾ കേട്ടല്ലോ. ഇതൊന്നും എൻ്റെ വാക്കുകളല്ല, ഷാജിയാണ് പറയുന്നത്. കാരണം ഇവർ പറയുന്നതിന് മറ്റൊരു കാരണമുണ്ട്. ഇപ്പോൾ ബാറിൽ നടന്ന ഒരു അടിപിടി ഉണ്ടായിരുന്നല്ലോ ഇന്നലെ, മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തൊരു സംഭവമാണ്. ബാറിൽ നടന്ന ഒരു അടിപിടി, തർക്കത്തെ ചൊല്ലിയിട്ട് ബിയറിൻ്റെ കുപ്പി എടുത്തിട്ട് യുവാവിനെ കുത്തിക്കൊന്ന ഒരു സംഭവം. അതേക്കുറിച്ചിട്ടാണ് ഷാജി ഈ ഒരു കാര്യം പറഞ്ഞത്. മുസ്ലിം ചെറുക്കന്മാരാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. പിന്നീട് ഷാജി ബാക്കി ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. കാരണം എന്താണ്, വെറുതെ അവരുടെ ഇത് പഠിപ്പിക്കുക അത് പഠിപ്പിക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ രാവിലെ നിസ്കരിക്കണം, ബാക്കിയുള്ളത് ചെയ്യണം. 10-ാം ക്ലാസ് മോനിക്ക് ക്ലാസ് കാണാനോ വേറെ ഉള്ളത് അവർ മാഷ്മാരായിട്ട് അതൊന്നും എത്തിങ്ങാനിൽ പറ്റിയിട്ടുണ്ടായില്ല. ഞാൻ പറയട്ടെ, ദിക്റും സലാത്തും ബാക്കിയും എല്ലാം വേണം. അതിന്റെ കൂടെ തന്നെ സ്കൂൾ എഡ്യൂക്കേഷൻ ഈ മക്കൾക്ക് വേണം. നിങ്ങൾ വലിയ ഉസ്താദുമാരായിട്ട് നിന്നിട്ട് കാര്യമില്ല. ഈ മക്കൾ നിങ്ങൾ അവിടുത്തെ മാനേജർ വേറുള്ളത് ഉസ്താദുമാരി മുൻഷി ഉസ്താദ് ബാക്കി എല്ലാവരും എന്താണ് വേറെ ഇപ്പൊ ഈ പറയുന്ന സാറ് SI SP അതുപോലെ തന്നെ മാഡം ഒക്കെ ഉണ്ടല്ലോ. ഇവരൊക്കെ ഒരു സ്ഥാനത്തിൽ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഉമ്മയും ഉപ്പയും കഷ്ടപ്പെട്ട് അവരെ പഠിക്കാൻ വെച്ച് വന്നിട്ടാണല്ലോ അവർ ഈ ഇത്രയും വലിയ പൊസിഷനിൽ എത്തിയിട്ടില്ലേ. അതുപോലെ തന്നെ എനിക്ക് എന്റെ മക്കൾ വലുതാണ്. ഇപ്പൊ എന്നെ പിടിക്കാൻ വന്ന എന്നെ പുറത്താക്കാൻ വന്ന മാഡം എന്താണ് നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ഞാൻ പറഞ്ഞു. എന്റെ കുട്ടിനെ ഇനി പ്രൈവറ്റ് സ്കൂളിൽ അല്ലെങ്കിൽ എന്റെ കുട്ടിനെ പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കണേ അത്രയും 6-ാം ക്ലാസ്സിൽ ആ കുട്ടിക്ക് മാർക്ക് ഉണ്ടായിരുന്നു എന്ന് എന്റെ എല്ലാ തെളിവും കാര്യങ്ങളും ഈ സാറുമാർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടും ഇവര് ഫേവറേഷൻ കളിക്കണേ പിന്നെ എന്താ ചെയ്യുക? പൈസ വാങ്ങി കളിക്കണേ കൊണ്ട് വേറെ ഇപ്പൊ അവർ പൈസ വാങ്ങിയില്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ സ്ഥാപനം 10, 45, 50 വർഷത്തെ പഴക്കമുണ്ടെങ്കിൽ അവർ ആ സ്ഥാപനത്തിന് എങ്ങനെയൊക്കെ ഇതാക്കി എടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അവരതാക്കി എടുക്കും. കാരണം പണം. പിന്നെ ഒരു കാര്യം, അവര് പിണക്കി അല്ലെങ്കിൽ എന്നോട് ചെയ്തത് ചതിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിശ്വസിച്ച് നമ്മൾ അവിടെ ഒരു മക്കളെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ആഴ്ചയിൽ വിളിക്കലുണ്ട്, പോവലുണ്ട്, വേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്റെ മോനെ 10th-ലേക്കാണ്, മറ്റോ +1-ലേക്കാണ്. അവൻ എവിടെ വേണമെങ്കിലും ക്ലാസ് എടുത്ത് പഠിപ്പിക്കാം. അവൻ ഏത് സ്കൂളിൽ അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട്. 11 സ്കൂൾ. എത്ര സ്കൂൾ കൊടുത്തിട്ടുണ്ട്? 11 ഉറങ്ങിട്ട കുട്ടികൾ 11 സ്കൂൾ എന്തോ ഇന്നലെ അലോട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് എവിടെയെങ്കിലും കിട്ടി അവർക്ക് പഠിക്കാം. അവർക്ക് 72% മാർക്ക് ഉണ്ട്. പക്ഷേ ചാച്ചു പറഞ്ഞ എന്റെ കുട്ടി ഷിഹാസ് 10-ാം ക്ലാസ്സിലേക്കാണ്. അവർക്ക് ഈ 10-ാം ക്ലാസ്സിലേക്ക് മാറി വിളിക്കാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നത്. അവന് ഇത്ര 6 വരെ എന്റെ കുട്ടി പഠിച്ചിട്ടുണ്ട്. 7-ലെ 9-ലെ എന്റെ കുട്ടി മാർക്ക് കിട്ടില്ല. ഞാൻ സാറുമാരോട് ചോദിക്കാം. കാരണം ഞാനല്ല അവരുടെ പേരന്റായിട്ട് അവിടെ നിന്നിരിക്കുന്നത്. ഈ എത്തിങ്ങാനത്തെ മുക്രിമാരാണ് അവിടെ ഈ വർഷം എന്താ പറയാ അവർ വർഷക്കണക്കിന് ഒരു എക്സാമിന് നമ്മുടെ മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗവൺമെന്റ് സ്കൂളിൽ തരുന്ന പോലെ തന്നെ ഇവരുടെ ഫയലും കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത് എത്തിങ്ങാനിലാണ്. എന്നിട്ട് എത്തിങ്ങാനക്കാരെ അറിഞ്ഞിട്ടേ ഇല്ല. ഈ പറയുന്ന ആൾക്കാർക്ക് ഫയലും ഇല്ല. ഈ മുക്രിയാണ് അവിടെ ഒപ്പിടാൻ പോകുന്നത്. ഈ മുക്രി വർഷത്തിൽ ഒരു 3 എക്സാം കഴിയുമല്ലോ. എന്താ പറയാ അരക്കൊല്ലം, കാക്കൊല്ലം പരീക്ഷ, അരക്കൊല്ലം പരീക്ഷ, കൊല്ല പരീക്ഷ. ഈ 3 ഈ ഉസ്താദ് പോയിട്ട് ഒപ്പിടാൻ പോയിട്ടുണ്ട്. അപ്പൊ ഈ ഉസ്താദിന് അറിയില്ലേ എന്താ 7-ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാനാണ് ഒപ്പിടാൻ പോയിട്ട്. അന്ന് എന്റെ കുട്ടിക്ക് ഷബീർ സാറാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആ സാറിന്റെ അടുത്ത് നമ്മൾ വിശദമായിട്ട് അവൻ പഠിക്കുന്നതിന് വേറെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടല്ലോ. എത്തിങ്ങാനയിൽ ഏൽപ്പിച്ചാൽ പിന്നെ അവരുടെ പേരന്റ് എത്തിങ്ങാനത്തെ ആൾക്കാരാണ്. എന്റെ മക്കളായിരിക്കാം പുറമെ ഇങ്ങോട്ട് വന്നാൽ
തന്നാലും മാത്രമേ എനിക്ക് അവകാശമുള്ളൂ. എത്തിങ്ങാനെ ഏൽപ്പിക്കുന്ന കുട്ടികൾ അവിടുത്തെ പാരന്റ്, അതായത് ഉസ്താദ്മാര്, മാനേജ്മെന്റ്, അവിടുത്തെ ബാക്കിയുള്ളവരാണ് അതിന്റെ ആൾക്കാർ. അപ്പൊ നമ്മളിപ്പോ കല്യാണത്തിന് കുട്ടികളെ ലീവ് ചോദിച്ചപ്പോൾ അവർ പറയും നിങ്ങൾ ഇവിടുത്തെ കുട്ടികളെ ഞങ്ങളുടെ കുട്ടികളാണല്ലോ. ഈ മറ്റേ എന്താണ് ഇതിന് മുന്നത്തെ പ്രിൻസിപ്പൾ ഞാൻ ഒരു കുട്ടിക്ക് ഞാൻ മാമന്റെ മോളുടെ കല്യാണത്തിന് ലീവ് ചോദിച്ചപ്പോൾ അവരൊക്കെയാണ് അങ്ങനെ കല്യാണങ്ങൾക്കോ വേറുള്ളവർക്ക് ലീവ് തരാൻ പറ്റില്ല, ബാക്കിയുള്ള ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കുട്ടികളാണ് ഞങ്ങളാണ് ഇനി നോക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവർക്ക് ഒരു ദ്രോഹം അവിടെ നടക്കുമ്പോൾ എന്താ പറയാ സെക്ഷലായിട്ടും വേറെ രീതിയിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും അവിടെ ആ കുട്ടികൾക്ക് പിരിമുറുക്കുണ്ടെങ്കിൽ ഈ നാവ് കൊണ്ട് പറയുന്ന ഉസ്താദ് തന്നെ നിങ്ങൾ അന്വേഷിക്കണം. ഞങ്ങൾ പാരന്റ്സ് കൊല്ലത്തിൽ ഒരിക്കലും വരുന്നത് ഞാൻ അത് വേറെ കാര്യം. മാസത്തിൽ 4 ലീവ് അല്ലെങ്കിൽ 2 ലീവ് ഈ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ മക്കൾ എത്തുന്നത്. അത് മാസം അങ്ങനെ തിരിച്ചു പോകണ്ടേ എന്നുള്ള ലെവലിൽ ഈ കുട്ടികൾക്ക് എന്തുണ്ടെങ്കിൽ ഇല്ല. പിന്നെ എന്റെ വീട്ടിൽ ഞാൻ അത്രയും സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് അവർ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു ചോദിക്കാൻ തല്ലുമായിരിക്കും. ഒരു അധ്യാപകർ ഏത് അധ്യാപകരും തല്ലും. അതിന് ഞാൻ കുറ്റം പറയാനോ എന്റെ മക്കളെ തല്ലിയെന്നോ വേറെ ഞാൻ നിന്നിട്ടില്ല. പക്ഷെ അവിടെ നടക്കുന്നത് ഹൗസ് ഊരി തല്ല, വേറെ രീതിയിൽ തല്ല, വേറെ അതുപോലെ പെൺകുട്ടികൾ എത്തിയും കാലത്ത് പെൺകുട്ടികൾ ഫുൾ മെസ്സേജിങ് ചാറ്റിങ് വേറെ. അപ്പൊ ഇവരുടെ മൈൻഡില്ലേ മൈൻഡ് മൊത്തത്തിൽ ഈ കുട്ടികളെ മാറിയിരിക്കണം. പിന്നെ ഞാൻ എന്റെ കുട്ടികളെ എന്റെ ഇത് ഷാജി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കുറച്ച് ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം യത്തീം ഖാനയിലെ ഒന്നാമത്തെ കാര്യം, യത്തീം ഖാനയിലെ കുട്ടികളെ ട്രൗസർ ഊരിയിട്ട് തല്ലുക എന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ കാലത്ത് എങ്ങും ഇല്ലാത്തൊരു കാര്യമാണ്, തുണി ഊരിയിട്ട് തല്ലുക എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെയുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളൊക്കെ യത്തീം ഖാനയിലുള്ള പെൺകുട്ടികളൊക്കെ ഫോണിൽ ചാറ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു സംഭവം. ശരിക്കും പറയുകയാണെങ്കിൽ ഷാജി പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കാം തെറ്റായിരിക്കാം. ചിലപ്പോൾ ശരിയാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഷാജിക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ടാവാം ഇങ്ങനെ സംസാരിച്ചത്. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ പിന്നീട് വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ളൊരു മൈൻഡും കൂടി ഒന്ന് സെറ്റാക്കി വെച്ചേക്കണം. കാരണം നമ്മൾ സത്യങ്ങൾ വിളിച്ച് പറഞ്ഞാലും ചില സമയത്ത് അത് നമുക്ക് നേരെ തന്നെ തിരിയുന്നൊരു സാഹചര്യം ഉണ്ടാവാം. ഷാജിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ 5 കുട്ടികൾ മാത്രമേ പുള്ളിക്കാരത്തേക്ക് സപ്പോർട്ടായിട്ട് ചെയ്യാനായിട്ട് ഉള്ളൂ, മറ്റാരും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ഷാജി തന്നെ പറയുന്നുണ്ട് ഒരുപാട് കുട്ടികളുടെ പാരൻസൊക്കെ സപ്പോർട്ടാണെന്ന്. പാരൻസൊക്കെ സപ്പോർട്ടാണെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഈ പാരൻസൊക്കെ നൈസിനങ്ങ് മാറിപ്പോവും. അതുപോലെ സബ്സ്ക്രൈബറിൻ്റെ സപ്പോർട്ടുണ്ടെന്ന് നേരത്തെ പറയുന്നത് കേട്ട്, സബ്സ്ക്രൈബേഴ്സിൻ്റെ സപ്പോർട്ടൊന്നും കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അവർക്ക് നമ്മുടെ ചാനൽ കാണാനും വീഡിയോ കാണാനൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവർ നമ്മളെ സബ് ചെയ്ത് ഇട്ടിരിക്കുന്നത്. എന്നല്ലാണ്ട് ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അവരാരും അയ്യോ നമ്മുടെ ഫേവറേറ്റ് യൂട്യൂബറാണ് എന്ന് പറഞ്ഞിട്ട് അവരാരും അങ്ങോട്ടേക്ക് ഓടിക്കൊണ്ട് വരില്ല. പ്രശ്നം വരുന്നത് നേരെ നമ്മുടെ നേർക്കായിരിക്കും. അതിനെ നമ്മൾ തന്നെ ആവണം അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അപ്പോൾ സംസാരിക്കുമ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് മൈൻഡിൽ വെച്ചേക്കണം. അല്ലാണ്ട് നമ്മൾ എൻ്റെ ചാനലാണ് എനിക്ക് എന്തും പറയാമെന്ന് പറഞ്ഞ് വന്ന് പറയുമ്പോൾ ചിലപ്പോൾ വാസ്തവമായിരിക്കും നിങ്ങൾ പറയുന്നത്, പക്ഷേ അതിന് പിന്നിൽ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെ കൂടി നേർക്ക് നേരെ നിന്ന് അതിജീവിക്കാനുള്ള ആ ഒരു മൈൻഡും കൂടി സെറ്റാക്കി വെച്ചേക്കുക. അത്രേ ഉള്ളൂ. അതിനുശേഷം അവിടെ കൊണ്ടുവിട്ടതെന്ന് പറഞ്ഞാൽ എന്റെ കുട്ടികളെ ഈ പറയുന്ന കഞ്ചാവ് MDMA ബാക്കിയുള്ളതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൊണ്ടുവിട്ടത്. പക്ഷെ അതൊന്നല്ല കാര്യം അവർ ഇതിനെക്കാട്ടി വഷളാവുള്ളൂ എന്ന് എനിക്ക് പിന്നീട് ഇപ്പോഴാണ് മനസ്സിലായി. കാരണം നമ്മൾ പാരന്റിന്റെ കൂടെ നിൽക്കുന്നതിനെക്കാട്ടി സേഫ് അല്ല അവരവിടെ. ഏത് സ്ഥാപനത്തിൽ ഈ സ്ഥാപനത്തിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല, വേറെയുള്ള സ്ഥാപനങ്ങളെ കുറിച്ച് ഞാൻ മക്കളെ അവിടെ ഏൽപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇനി ഒരു സ്ഥാപനത്തിന് ഏൽപ്പിക്കാൻ തന്നെ മക്കളെ പഠിപ്പിക്കണമെങ്കിൽ ഞാൻ ഇന്ന് TC വാങ്ങാൻ മുമ്പ് തന്നെ 7th 8th 9th TCന്റെ കൂടെ മാർക്ക് ലിസ്റ്റ് ചോദിക്കുന്നത് തെറ്റാണോ? 2 കൊല്ലമായിട്ട് എന്റെ കുട്ടിയുടെ മാർക്ക് ഞാൻ അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. ഷിബുക്കിന്റെ ആയാലും ഷിയാസിന്റെ ആയാലും ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടായിരിക്കുമ്പോൾ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അല്ല, ഈ 2 വർഷം നിങ്ങൾ എവിടെ പോയിരുന്നു കാണാതിരിക്കാനായിട്ട്? അതാത് വർഷം തന്നെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഇപ്പോൾ ഇരുന്നുകൊണ്ട് ഈ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞപ്പോഴത്തേക്കിന്ന് വായി തോന്നുന്നത് പറയുന്നതിൽ വല്ല അർത്ഥം ഉണ്ടായിരുന്നു? 2 വർഷമായിട്ട് ഞാൻ എൻ്റെ കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് കണ്ടിട്ടില്ലെന്ന്. അത് ചോദിച്ച് മേടിക്കേണ്ടത് നിങ്ങളുടെ കടമയായിരുന്നു. അത് കാണണമെന്ന് പറഞ്ഞ് ആ ഒരു സമയത്ത് ആവശ്യപ്പെടേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമായിരുന്നു. അന്ന് നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ ഈ കറങ്ങാനും വ്ളോഗ് ചെയ്യാനൊക്കെ പോകുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ആ ഒരു വരുമാനത്തിലാണ് നിങ്ങൾ അടിപൊളിയായിട്ട് ജീവിക്കുന്നതും ഒക്കെ ശരിയാണ്. പക്ഷേ എന്നിട്ട് ഇപ്പോൾ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഇപ്പോൾ 2 വർഷം മുമ്പുള്ള ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുള്ളൂ. 2 വർഷം മുമ്പുള്ള മാർക്ക് ലിസ്റ്റ് എടുക്കണമെങ്കിൽ അത് കുറച്ച് പ്രയാസമാണ് എന്ന് കരുതി അത് അവിടെ ഇല്ല എന്നൊന്നും പറയണ്ട. അത് ഏത് സ്ഥാപനത്തിലാണോ പഠിക്കുന്നത് ആ ഒരു സ്ഥാപനത്തിൽ കിട്ടേണ്ടതാണ്. പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഇന്ന് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. സാധാരണ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വൈറ്റ് പേപ്പറിൽ അപേക്ഷയൊക്കെ എഴുതി ചിലപ്പോൾ ഒപ്പിട്ട് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ.
അങ്ങനെ കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ എന്നാലും അത് കിട്ടും. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് വേണം അല്ലെങ്കിൽ നാളെ വേണമെന്ന് പറഞ്ഞ് ചെന്നാൽ ചിലപ്പോൾ ആ ഒരു സമയത്ത് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ കുട്ടികൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നീട് ഈ യത്തീംഖാനയിൽ കൊണ്ടാക്കിയതിന് ശേഷമാണ് കുഞ്ഞുങ്ങൾ പഠിക്കാതിരിക്കുന്നതെന്നാണ്. എൻ്റെ ഷാജി, നിങ്ങൾ കറങ്ങി അടിച്ച് വ്ളോഗ് ചെയ്യാനും അതിനും ഇതിനും നടക്കുന്ന സമയത്ത് നിങ്ങൾ അവിടേക്ക് കൂടി ചെല്ലണമായിരുന്നു. യത്തീംഖാനയിൽ കൂടി ചെന്നിട്ട് നേരത്തെ ഓരോ വർഷവും കുട്ടികൾ പഠിക്കുന്ന മാർക്ക് ലിസ്റ്റ് നിങ്ങൾ എടുക്കണമായിരുന്നു. അത് എടുക്കാത്തത് എന്തുകൊണ്ടാണ്? അത് തന്നെ നിങ്ങളൊരു പരാജയമെന്ന് മനസ്സിലാക്കാവുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. നിങ്ങളെ ഞാൻ വെറുതെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. കുറ്റം പറയണമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല. പക്ഷേ എല്ലാത്തിനും ഒരു അതിരുണ്ട് പറയുന്നതിന്. അതായത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫുൾ A+ഓട് കൂടി കൊണ്ടാക്കിയ കുട്ടിക്ക് 10ാം ക്ലാസ് എത്തിയപ്പോഴേക്കും മാർക്ക് ഒട്ടും ഇല്ല എന്ന് പറയുമ്പോൾ 6ാം ക്ലാസ്സൊക്കെ കുട്ടികൾക്ക് മാർക്ക് ഇട്ട് കൊടുക്കും. 5, 6, 4, 3, 2, 1 എന്നൊക്കെയുള്ള ക്ലാസ്സുകളിലൊക്കെ കുട്ടികൾ പഠിച്ചാലും ഇല്ലെങ്കിലും അവർക്ക് ഫുൾ A+ ഒക്കെ കൊടുക്കും. പക്ഷേ അതുപോലെയല്ല, പിന്നീടുള്ള ക്ലാസ്സുകളിൽ അങ്ങനെ ഫുൾ A+ ഒന്നും കിട്ടില്ല. അതുകൊണ്ടാണ് ഈ വർഷത്തെ എക്സാം വന്നപ്പോഴത്തേക്ക് കുട്ടിക്ക് എല്ലാത്തിനും ഡീഗ്രേഡ് ആയത്. എന്നാൽ നേരത്തെ ഈ കുട്ടികൾ ഒട്ടും പഠിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ അറിയാതെ പോയത് നിങ്ങൾ അവിടെ വന്ന് തിരക്കണമായിരുന്നു. ഓരോ വർഷവും പരീക്ഷ നടത്തി കഴിയുമ്പോഴത്തേക്ക് യത്തീംഖാനയിൽ PTA ഒക്കെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അതേക്കുറിച്ചിട്ട് ഉള്ള ഒരു കാര്യവും എനിക്കറിയില്ല. പക്ഷേ സാധാരണ സ്കൂളുകളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗവൺമെൻറ് സ്കൂളുകളിലെ കാര്യം, എൻ്റെ കുട്ടികൾ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ എല്ലാ വർഷവും പരീക്ഷയുണ്ടല്ലോ, ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ ഒക്കെ കഴിയുന്ന സമയത്തും ഇതിൻ്റെ ഇടയിൽ എക്സാം നടക്കുന്നതിൻ്റെ ഇടയിലും ഒരു വർഷത്തിൽ 3-4 തവണ PTA ഉണ്ടാവും. ആ ഒരു PTAക്ക് നമ്മൾ പങ്കെടുത്തേ പറ്റൂ. നമ്മൾ ആരെങ്കിലും പാരൻസ് PTAക്ക് ചെന്നില്ലെങ്കിൽ, എൻ്റെ കുട്ടികൾ പഠിച്ച സ്കൂളിൽ അങ്ങനെയാണ്, പാരൻസ് PTAക്ക് ചെന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പിറ്റേ ദിവസം കുട്ടിക്ക് ക്ലാസ്സിൽ ഹാജരാവണം എന്നുണ്ടെങ്കിൽ പാരൻസ് കൂടെ ഉണ്ടാവണം. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാ പാരൻസും പോവാനായിട്ട് ശ്രമിക്കും. അല്ലെങ്കിൽ പിന്നീട് മെനക്കേടാണ്, പിന്നീട് പോവേണ്ടി വരും, കുട്ടിയെ ക്ലാസ്സിലിട്ട് കയറ്റത്തുമില്ല. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ കുട്ടി പഠിച്ച സ്കൂളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പാരൻസിനും PTAക്ക് അഥവാ ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ പാരൻസിൻ്റെ ശബ്ദത്തിൽ വോയിസ് മെസ്സേജ് അയച്ചാൽ മതിയായിരുന്നു. പിന്നീട് പഠിച്ച സ്കൂളിലാണ് ഇങ്ങനെ വന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വർഷത്തിൽ 3, 4, 5 തവണയോളം പാരൻസ് സ്കൂളിലേക്ക് പോവേണ്ടി വരും. ഈ എക്സാം കഴിയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കുമായിട്ട് സംബന്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും കുട്ടിയുടെ പഠനം എത്രത്തോളമാണ്, മെച്ചപ്പെട്ടാണോ വരുന്നത്, താഴേക്കാണോ വരുന്നത്, ക്യാരക്ടർ എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അതാണ് വാസ്തവം. ഇതിപ്പോൾ ഷാജിക്ക് ഈ കുട്ടികൾക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിലേക്കേ ഉള്ള മാർക്കുകൾ അറിയില്ല. അതായത് 2 വർഷം കൊണ്ട് അധ്യാപകർ ഷാജിക്ക് മാർക്ക് ലിസ്റ്റ് ഒന്നും കാണിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അത് ഷാജിയുടെ തന്നെ പരാജയമാണ്. ഷാജി അത് മനസ്സിലാക്കുക. ഷാജി ഷറഫ് അലിയുടെയൊക്കെ പിന്നാലെയൊക്കെ വീഡിയോയും കാര്യവും വിവാദങ്ങളൊക്കെ ആയി മാറിയപ്പോഴത്തേക്ക് ഷാജിക്ക് അതിനുള്ള സമയം കിട്ടിക്കാണില്ല. പിന്നീട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ കുട്ടികൾ, അതായത് ഷാജി പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്, ഷാജിയുടെ കുട്ടികൾ ഫോണിൽ പെൺകുട്ടികളുമായിട്ട് ചാറ്റ് ചെയ്യുമായിരുന്നു അത്രേ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് മാർക്ക് കുറഞ്ഞത്. അതൊക്കെ പഠിക്കുന്ന സ്ഥാപനത്തിലുള്ള ആളുകളെയാണ് ഷാജി കുറ്റം പറയുന്നത്. അത് നമുക്ക് ഇവർ സംസാരിക്കുന്ന കുറച്ച് കാര്യം ഒന്ന് കേൾക്കാം. കണ്ടിട്ടില്ല. അപ്പൊ ഞാനൊരു പേരന്റ് എന്ന നിലയ്ക്ക് ഇനി ഞാൻ എവിടെ നിന്ന് അവനെ പഠിപ്പിക്കണം എന്ന നിലയ്ക്ക് എനിക്ക് ചോദിക്കാനുള്ള അവകാശമില്ല അവന്റെ മാർക്ക് ലിസ്റ്റ്. അത് തരാതെ കമ്പ്യൂട്ടറിൽ ഇത്രയും കിടന്ന് അടിക്കുന്ന ആൾക്കാർ, ഈ കമ്പ്യൂട്ടറിൽ ഇത്രാമത്തെ വർഷത്തിൽ പഠിക്കുന്ന കുട്ടികളെ ഇന്ന ആൾക്കാരുടെ അത് നമ്മൾ പഠിച്ച നമ്മളെടുത്ത് കൊടുക്കും. കമ്പ്യൂട്ടർ പരമായിട്ട് നമുക്ക് അറിയണവർ നമ്മളത് എടുത്ത് കൊടുക്കും. ഇവരതിനാണല്ലോ അവിടെ ഇരിക്കുന്നത്. അപ്പൊ 5 മണിയായി ഞങ്ങളുടെ ഇത് കഴിഞ്ഞ് ഓഫീസ് റൂം കഴിഞ്ഞ് സമയം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ 9-ാം തീയതി രാത്രി 9:30, 10 മണി വരെ എന്റെ മക്കളിൽ 8, 9 സാറുമാരെ അവിടെ വന്നിട്ട് അവിടെ പിടിച്ച് നിർത്തിയിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞങ്ങൾ പരാതി കൊടുത്തപ്പോൾ ഞങ്ങൾ അത്രയും ടൈം SI സാറ് പിടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. അന്നും SI സാറിന് ഏതോ കേസുണ്ട്, ടെൻഷനിലാണ്, അങ്ങനെ ഇങ്ങനെ മറ്റ് സാർ വേഗം പോയി. എന്നിട്ട് അവർ ഒരു ഫുട്ടേജ് മാത്രം, ഞാൻ സംസാരിച്ച ഫുട്ടേജ് മാത്രം പുറമെ തെറി വിളിച്ചതും ഈ പറയുന്ന മാനേജർ അമാനുള്ളായി ബാക്കി ഷെമീർ ബാക്കിയുള്ളവർ തെറി വിളിച്ചതും പുറത്ത് ഹാളിലത്തെ ഫുട്ടേജും കാര്യങ്ങളും ഇതൊന്നും കൊണ്ടാണ്ട് ഇവർ ആ ഓഫീസ് റൂമിന്റെ ഉള്ളിൽ നടന്ന കാര്യം മാത്രം ഫുട്ടേജ് സാറിനോട് കാണിച്ചു. സാർ എന്നോട് പറഞ്ഞു 2 ദിവസമാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ നിന്റെ ഫുട്ടേജ് ഫുള്ള് കണ്ടിട്ടേ പോകും. എന്തേ സാറേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, എന്തേ നിങ്ങൾ ഫുട്ടേജ് ബാക്കിയുള്ളത് നിങ്ങൾ കാണാത്തത്? അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞ വാക്കുകളല്ലേ ഇപ്പൊ നിങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ആ മാഡം എനിക്ക് വിളിച്ചപ്പോൾ ഞാൻ മാഡം എനിക്ക് വിളിച്ചപ്പോൾ നിങ്ങൾ ലൈവ് കളഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെയൊക്കെ പരാതി ഉണ്ട്, ലൈവ് കളയാൻ പറ്റില്ല, ഷോർട്സ് ഞാൻ സാറിന് മുന്നിൽ തന്നെ ഡിലീറ്റ് ആക്കി, ലൈവ് എനിക്ക് കളയാൻ പറ്റില്ല, എനിക്ക് ഇന്ന ആൾക്കാരുടെ പേരിൽ ഞാൻ നടപടി വന്നപ്പോൾ നിങ്ങൾ അത് ചെയ്തിട്ടില്ല. ഒരു പേരന്റ് എന്ന നിലയ്ക്ക്, ഞാനൊരു യൂട്യൂബർ എന്ന നിലയ്ക്കില്ല, ഒരു പേരന്റ് എന്ന നിലയ്ക്ക് എനിക്ക് നീതി കിട്ടണം. കാരണം എന്നെ അത്രയും പേരൻസിന്റെ മുന്നിൽ അനാവശ്യം അരയ്ക്കുന്ന കീപ്പിട്ടുള്ള അനാവശ്യം വിളിച്ച് പറയുകയും അതുപോലെ തന്നെ എന്നെ തല്ലാൻ കയറി വരികയും ചെയ്ത സാറിനെയും ബാക്കിയുള്ളവരെയും നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? ഇതേപോലെ തന്നെ എന്റെ മാമന്റെ മകൻ എന്നെ കയറി പിടിച്ച് ഉണ്ടാക്കി, അവൻ ഉണ്ടാക്കിയല്ലോ
അപ്പോഴും ഇത് ഇവൻ ഈ അന്ന് എന്റെ ഉമ്മ സപ്പോർട്ട്, ബാക്കിയുള്ളൊരു സപ്പോർട്ട്, എന്റെ ഉമ്മാന്റെ ഇതിലും വലിയ വീഡിയോസ് എന്റെ അടുത്ത് കിടക്കുന്നത് എന്റെ മാമന്റെ മക്കളുടെ എന്റെ അളാമന്റെ മക്കളുടെ അപ്പോൾ തന്നെ എന്റെ 1 ലക്ഷം വാങ്ങിയിട്ട് മുങ്ങി നടന്നിട്ട് 1 ലക്ഷം അവന് കൊടുത്തിട്ട് ഞാൻ ഗൾഫിലേക്ക് ആ ഗൾഫ് നാട് കാണാനേ ഞാൻ ഇടയാക്കിയ ആളിനെ എന്റെ അടുത്ത് മുങ്ങി നടന്ന അനിയനെ കൊണ്ട് തല്ലിച്ച അവനായാലും വേറുള്ളവരായാലും കേസ് പറഞ്ഞു. അപ്പൊ മംഗലയിലെ സ്റ്റേഷനിൽ എന്നെ തല്ലിയ കേസ് എന്തായി വെക്കുമ്പോൾ അവിടെ ഒരു എന്താണ് SI സാറുണ്ട്, എന്താണ് എന്റെ പേര്, ഉദയകുമാർ SI. ഈ ഉദയകുമാർ സാറിന് ഞാൻ ഒരു 150 പ്രാവശ്യം വിളിക്കുന്നുണ്ടാവും. കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്, കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, കേസ് അന്വേഷിച്ച് എപ്പോഴാണ് നിങ്ങൾ FIR ആയിട്ട് ഈ കേസ് അന്വേഷിച്ചൊന്ന് എടുക്കുക? കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ അന്വേഷിച്ചാൽ അന്ന് ആ ക്രൈം നടക്കുന്ന ആ ടൈമിൽ എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ തള്ള 1:30 ഇറങ്ങി പോയതാണ്. എന്റെ തള്ള 1:30 വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് ഈ 1:30 ടൈമിൽ എന്താണ് ഞാൻ വീട് കൂട്ടി പിറ്റേ ദിവസം ഇത്രയും പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ 4 മണിക്ക് അവരുടെ അവിടെ സ്റ്റേഷനിൽ വന്ന് ഈ പരാതി കൊടുക്കുമ്പോൾ ഈ ഉദയകുമാർ പറഞ്ഞ SI സാറ് നമ്മുടെ വീട്ടിലുള്ള കൂട്ടും കാര്യങ്ങളൊക്കെ തല്ലി പൊളിച്ചിട്ടുണ്ട്. അപ്പൊ ക്രൈം നടന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവർ വിശദമായിട്ട് അന്വേഷിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അന്വേഷിച്ചിട്ടുണ്ട്. അയാൾ എപ്പോഴും ഈ കഞ്ചാവ് കള്ള് ഷാപ്പുകളിൽ ഡെയിലി നമ്മുടെ നാട്ടിൽ കൂടെ വരുന്ന ചങ്ങായിയാണ്. അപ്പോൾ ഷാജി പറയുന്ന ഒരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ അവിടെ പോയി തിരക്കണം, അവരുടെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തിരക്കണം. എക്സാം കഴിയുന്ന ടൈമും റിസൾട്ട് വരുന്ന സമയത്ത് പോലും അമ്മമാർ അറിയില്ലേ? ഇപ്പോൾ 2-3 വർഷമുണ്ട് യത്തീംഖാനയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. ഇപ്പോൾ ഓണപ്പരീക്ഷ കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും, ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, അപ്പോൾ എക്സാം ആണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ആ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുന്ന സമയവും നമുക്കറിയാൻ പറ്റും, എല്ലാവർക്കും അറിയാൻ പറ്റും റിസൾട്ട് വരുന്ന സമയം. ആ സമയത്തെങ്കിലും ചെന്നിട്ട് പേപ്പർ മാർക്ക് ലിസ്റ്റ് കാണണമെന്ന് പറഞ്ഞിരുന്നാൽ അതിനൊരു അന്തസ്സുണ്ടായിരുന്നു. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാർക്ക് കുറഞ്ഞപ്പോഴാണ് ഷാജിക്ക് ആ ഒരു ബോധം ഉണ്ടായത്. ശരിക്കും പറയുകയാണെങ്കിൽ ഷാജി ചെയ്തൊരു ഇതെന്ന് പറഞ്ഞാൽ 6ാം ക്ലാസ് വരെ കുഞ്ഞുങ്ങൾക്ക് മാർക്ക് കിട്ടും, ഷാജി ഫുൾ A+ ഒക്കെ കിട്ടും. അതേസമയം തുടർന്ന് അങ്ങോട്ടുള്ള എക്സാം വളരെ ടഫായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് മാർക്ക് കാണില്ല. അപ്പോൾ എന്നിട്ട് ഷാജി പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, അതാണ് അതിലും രസമെന്ന് പറഞ്ഞാൽ, ഷാജിയുടെ കുട്ടികൾക്ക് പിന്നെ അവിടെ പെൺകുട്ടികളുമായിട്ട് ഫോണിൽ, അതാണ് ഞാൻ പറഞ്ഞത്, പെൺകുട്ടികൾ മെസ്സേജ് അയക്കുമായിരുന്നു, തിരിച്ചയക്കുമായിരുന്നു. അപ്പോൾ അതിലൊക്കെയാണ് ഷാജിയുടെ കുഞ്ഞുങ്ങൾക്ക് മാർക്ക് കുറവായത് എന്ന് ഷാജി പറയുന്നു. അങ്ങനെ പറയുമ്പോൾ ഷാജി ഒന്ന് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ്. ഷാജി തന്നെ പറയുന്നു ഷാജിയുടെ കുഞ്ഞുങ്ങൾക്ക് ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ചാറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ. ഷാജി ഫോണിലൂടെ ഇപ്പോൾ ഷാജി ഓക്കെയാണ്, പക്ഷേ കുറച്ച് മാസങ്ങൾക്കപ്പുറം ഷാജി എയറിലായിരുന്നു ഫുള്ള്. ഷറഫ് അലി എന്ന് പറയുന്ന യുവാവിൻ്റെ പേരും ഒക്കെ ചേർത്ത് വെച്ചിട്ട് ഷാജി ഒരുപാട് എയറിൽ കിടന്ന് കറങ്ങിയ സമയമായിരുന്നു. ഒരു പക്ഷേ ഷാജിയുടെ ആ ഒരു കാര്യങ്ങളും വിവാദങ്ങളിൽ കിടന്ന് കുരുങ്ങിയുള്ളൊരു പോക്കായിരുന്നു. അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള ആ ഒരു എന്താ പറയുക, കുട്ടികൾക്ക് പഠിക്കാനുള്ള ആ ഒരു ത്വര, ആ ഒരു ടെൻഷൻ കാരണം കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ടതായിക്കൂടാന്നുണ്ടോ? പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ. അതായത് പെറ്റുമ്മ വിവാദത്തിൽ ഏർപ്പെട്ടത് കാരണം, വിവാദ നായികയായത് കാരണം സ്ഥിരം വിവാദങ്ങളായിരുന്നു ഷാജിയെക്കുറിച്ചിട്ട് ആ ഒരു സമയത്തൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതേക്കുറിച്ചിട്ട് ഓർത്തിട്ടുള്ള ടെൻഷൻ കാരണം കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ സാധിക്കാഞ്ഞതായിരുന്നോ? അപ്പോൾ ആ ഒരു രീതിയിലും ചിന്തിക്കാമല്ലോ. അല്ലാണ്ട് കുട്ടികൾ ചാറ്റ് ചെയ്തത് കാരണം കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു പോയി എന്ന് ചിന്തിക്കുന്നത് അതെന്താ അങ്ങനെ ചിന്തിക്കുന്നത്? ഇങ്ങനെയും ചിന്തിച്ചുകൂടെ? ഈ ഒരു കാരണം കൊണ്ടും കുട്ടികൾക്ക് മാർക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം നിലവിലെ കുട്ടികളുടെ ഉപ്പ ജീവിച്ചിരിപ്പില്ല, പിന്നെയുള്ളത് ഉമ്മ മാത്രമാണ്. ഉമ്മ ഡെയിലി സോഷ്യൽ മീഡിയ ബുള്ളിങ് നേരിട്ടുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരും ഷാജി എടുത്തിട്ട് ഉടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. റിയാക്ഷൻ വീഡിയോ ചാനലായാലും അല്ലാതെ ആണെങ്കിലും ട്രോൾ വീഡിയോകളൊക്കെ ആണെങ്കിലും. അപ്പോൾ ഈ കുഞ്ഞുങ്ങളും അതൊക്കെ അറിയുന്നുണ്ടല്ലോ, അറിയാതിരിക്കില്ലല്ലോ. പൊട്ടന്മാരും പൊട്ടത്തികളൊന്നും അല്ലല്ലോ കുഞ്ഞുങ്ങൾ. അപ്പോൾ അതൊക്കെ ഒരു കാരണമായി കാണും. 50%, 50% കാരണം മറ്റതാണെങ്കിൽ ബാക്കി 50%വും ഇങ്ങനെ ആയിക്കൂടാന്നുണ്ടോ? പിന്നെ പഠിക്കുന്ന കാര്യങ്ങൾ തിരക്കിയിട്ട് എല്ലാ തവണയും എക്സാം കഴിയുമ്പോൾ പോയി കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് മേടിച്ച് നോക്കാനൊക്കെയുള്ള കാര്യത്തിൽ നിങ്ങൾ അനാസ്ഥത കാണിച്ചു. അതൊക്കെ എല്ലാത്തിനും ഒരു കാരണം തന്നെയാണ്. എല്ലാം നമ്മൾ അവരുടെ അധ്യാപകരുടെയൊക്കെ തലയിൽ തന്നെ കൊണ്ടുവച്ച് കെട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. അവരുടെ കയ്യിലും പാളിച്ചകളൊക്കെ ഉണ്ടായിരുന്നായിരിക്കാം, ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പിന്നെ ഷാജി പറയുന്നു ഷാജിയോട് അവർക്ക് ഒരു താല്പര്യമില്ല. അതായത് അവിടെ പഠിപ്പിക്കുന്ന ആളുകൾക്കും കുറേ ആളുകൾക്കൊക്കെ അവിടുത്തെ പ്രിൻസിപ്പലിനായാലും ചിലർക്കൊക്കെ ഷാജിയെ കാണുന്നതേ ഇഷ്ടമല്ല എന്നൊക്കെ ഷാജി പറയുന്നുണ്ട്. അപ്പോൾ ഷാജി അതിനുള്ള ഒരു കാരണമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഷാജി എന്ന് പറയുന്നത് ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടൊരു പെൺകുട്ടിയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു രീതി വേറെ, നമ്മൾ ഹൈന്ദവർക്ക് എത്രത്തോളം കുറച്ചുകൂടിയൊക്കെ പ്രൈവസി ഉണ്ട്, അത് വസ്ത്രധാരണത്തിനായാലും മറ്റ് ഏത് രീതിയിലായാലും. അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രൈവസി കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തൻ്റെ വേഷവിധാനങ്ങൾ, ഇടയ്ക്ക് താൻ ഒരുപാട് വിവാദത്തിൽ അകപ്പെട്ടു പോയി, ഇതൊക്കെ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ തന്നോട് ആളുകൾക്ക് ഒരു ചെറിയൊരു നീരസമുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ തോന്നലാണ് കേട്ടോ.
ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അതുകൊണ്ടൊക്കെ ആയിരിക്കാം തന്നോടൊരു ചെറിയ അകൽച്ച അവർക്കൊക്കെ ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ഒരു കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ ഏത് കാര്യവും എത്ര പ്രൂഫ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ആ പ്രൂഫ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രൂഫായിരിക്കും ഒരുപക്ഷെ നമ്മുടെ കയ്യിലുള്ളത്. പക്ഷേ ആ ഒരു പ്രൂഫും കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വരും. അതിനുള്ള ചങ്കുറപ്പൊക്കെ ഉണ്ടാവണം ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനേക്കാളേറെ പ്രൂഫുകളും കൊണ്ട് നമ്മുടെ നാട്ടിലെ പല കാര്യങ്ങളും അഴിമതികളൊക്കെ നടക്കുന്നതിൻ്റെ മുന്നിലേക്ക് പലരും ഇറങ്ങിച്ചെന്നിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ ഇറങ്ങിച്ചെല്ലുന്നവർ സ്വയം വെട്ടിലാവുന്ന ആ ഒരു സ്ഥിതിയാണ് ഇവിടെ കണ്ടുവരുന്നത്. പിന്നീട് എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഷാജിയുടെ കയ്യിൽ എന്ത് കൊള്ളരുതായ്മയോ ഉണ്ടാവട്ടെ, അവർ എത്ര വിവാദ നായികയോ ആകട്ടെ, അത് എന്ത് തന്നെ ആണെങ്കിലും അവരെ മോശമായിട്ട് അവരോട് സംസാരിക്കുകയോ, അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അരയ്ക്ക് കീഴ്ഭാഗത്തോട്ടുള്ള രീതിയിലുള്ള ആക്ഷേപ വർത്തമാനങ്ങൾ പറഞ്ഞു എന്നാണ്. അതായത് പച്ചത്തെറികളായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, സെക്ഷുവലായിട്ടുള്ള തെറികളായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും അവരൊരു ലേഡിയാണ്. അവരെ മുഖത്ത് നോക്കി തെറി വിളിക്കുന്നത് പ്രിൻസിപ്പളായാലും ഇനി അതിനപ്പുറമുള്ള ആരാണെങ്കിലും അത് വെറും ചെറ്റത്തരമാണ്. ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി തെറി വിളിക്കാനുള്ള ഒരു അവകാശവും ഒരുത്തന്മാർക്കും ഇല്ല. അങ്ങനെ അവർ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അതിന് വേണ്ടുന്ന ശിക്ഷ അവർക്ക് കൊടുക്കേണ്ടതാണ്. അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവ് അവരുടെ കൈവശം ഉണ്ടെങ്കിൽ. പിന്നീട് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, അവരുടെ സഹോദരൻ്റെ പുത്രൻ അവരെ തല്ലി, അവരെ തൊണ്ടയിൽ അങ്ങനെയൊക്കെ പിടിച്ച് അവരെ ദേഹത്തൊക്കെ വേദന ഉണ്ടാക്കി ഒരുപാട് അവരെ ബുദ്ധിമുട്ടിച്ചു. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഷാജി എത്ര വിവാദ നായികയാണെങ്കിലും അവരൊരു സ്ത്രീയാണ്. അവരെ അത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ശാരീരികമായാലും മാനസികമായാലും ഏത് രീതിയിലാണെങ്കിലും അവരൊരു കേസ് കൊടുക്കുമ്പോൾ അതിനെതിരെ മുഖം തിരിച്ച് പിടിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. അവരെന്ത് തന്നെ ആവട്ടോ, അല്ലെങ്കിൽ അവർ ഫ്രോഡ് തന്നെ ആവട്ടെ, എന്നാൽ പോലും അവരൊരു ലേഡിയാണ്. നമ്മളൊന്ന് ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീയുടെ ഒരു പരാതിയുടെ പുറത്താണ്. ഇപ്പോൾ ഹണി റോസിൻ്റെ കാര്യം തന്നെ എടുക്കാം. ബോച്ചയെ നിന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയ, സ്പോട്ടിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ഒരു ഭരണ സംവിധാനമാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ ഷാജൻ സക്കറിയ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനെ. അപ്പോൾ അതുപോലെ നമ്മൾ എടുത്തു കാണിക്കാനാണെങ്കിൽ ഒരുപാട് തെളിവുകളുണ്ട്. അപ്പോൾ ഇവരെ ഒരു ലേഡി എന്നുള്ള നിലയ്ക്ക് അവരോട് ഏതെങ്കിലും തരത്തിൽ അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതൊരു നോട്ടം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു വാക്കുകൊണ്ടായിരിക്കാം. അതിൽ അവർക്ക് പരാതി ഉള്ളിടത്തോളം കാലം അത് ഒരു വലിയ തെറ്റ് തന്നെയാണ്. അതിനെതിരെ അവർ നിയമപ്രകാരം മുന്നോട്ട് വരുന്നെങ്കിൽ അതിന് വേണ്ടുന്ന രീതിയിൽ കേസെടുക്കുക എന്നുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് സംവിധാനം അല്ലെങ്കിൽ പോലീസ് മേധാവികൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് വീഴ്ച വരുത്താതെ ചെയ്യുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമാണ്. ഇത്രയൊക്കെ പറയാനുള്ളൂ. ഒരുപാട് ലെന്തായിപ്പോയി വീഡിയോ, എനിക്കറിയാമത്. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ആയിപ്പോയതാണ്. ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. പക്ഷെ അതിങ്ങനെ ഒറ്റ വീഡിയോ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ പല വീഡിയോകളായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി വയ്ക്കുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.